ഗുഡ് മോർണിംഗ് എവരിവൺ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ മോർണിംഗ് മന്നയുടെ തലവാചകം ആരോഗ്യത്തിനായുള്ള സന്തോഷം. ലൂക്കോസ് 1:46-47 ആധാരവാക്യമായി എടുത്തിരിക്കുന്നത്. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്നാണ്. അതായത് ഇന്റർനെറ്റിലെ സ്വയം രോഗനിർണയത്തോടുള്ള അനാരോഗ്യകരമായ ഒരു അഭിനിവേശത്തെ ഗവേഷകർ സൈബർ കൗണ്ടറി എന്ന് പറയുന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നു. എന്നാൽ ഇന്റർനെറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു അസുഖം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്സ്, അതായത് രോഗങ്ങൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ഉത്കണ്ഠ, രോഗങ്ങൾ ഉണ്ടായിരിക്കുമെന്നുള്ളൊരു ഉത്കണ്ഠ മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും കടന്നു കൂടിയിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത് 24 മണിക്കൂറും എണ്ണമറ്റ, ഇങ്ങനെ നമ്മൾ ഉത്കണ്ഠാകുലരായി ജീവിച്ചിരിക്കുമ്പോൾ 24 മണിക്കൂറും എണ്ണമറ്റ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നുണ്ടല്ലേ. അങ്ങനെ ശരിക്കും നമ്മുടെ മനസ്സിന്റെ ആരോഗ്യമാണ് ശരീരത്തിനും ആരോഗ്യമായി കിട്ടുന്നത്. അതുപോലെ ശരീരത്തിന്റെ ആരോഗ്യമാണ് മനസ്സിന്റെ ആരോഗ്യമായി മാറുന്നത്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ആരോഗ്യകരമായി ഇരിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊരു സന്തോഷകരമായ ജീവിതം നയിക്കേണ്ടതിന് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ബൈബിളിലെ മനുഷ്യരുടെ ഐക്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ആത്മാവ്, ശരീരം എന്ന് ഇങ്ങനെ എടുത്തു പറയാറുണ്ട്. അപ്പൊ ശരിക്കും ശരീരം എന്ന് പറയുന്നത് ദൈവം തീർച്ചയായിട്ടും നമുക്ക് മണ്ണോട് നിർമ്മിച്ച ശരീരത്തെ തന്നെയാണ്. ആത്മാവെന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു ജീവശ്വാസമാണ്. ദൈവം മൂക്കിലേക്ക് ഊതിയ ആ ഒരു ജീവശ്വാസമാണ് ശരിക്കും ആത്മാവായിട്ട് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ ശരീരത്തിന് ഈ ജീവശ്വാസം നമ്മൾ നിലനിൽക്കുമ്പോഴാണ് മനുഷ്യനൊരു ജീവനുള്ള ദേഹിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ തന്നെയും മനസ്സ് എന്നൊരു സങ്കീർണമായ പദം കൂടെ ബൈബിളിലും അതുപോലെ ശാസ്ത്രത്തിലും നമ്മൾ ശരിക്കും ഉപയോഗിച്ച് കാണുന്നുണ്ട് അല്ലെ. നമ്മുടെ മനസ്സിന്റെ സന്തോഷമാണ് നമ്മുടെ ശരീരത്തിന്റെ സന്തോഷം. അതായത് നമ്മൾ തിങ്ക് ചെയ്യുന്നതും നമ്മളുടെ പ്രവൃത്തികളും നമ്മുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു മനുഷ്യന് സന്തോഷവാനല്ലാതെ ദുഃഖവാനും ആക്കി തീർക്കാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ റോമർ 8:16 വാക്യത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നതാണ്. ശരിക്കും അങ്ങനെ ഒരു ജസ്റ്റ് വേർഡ് യൂസ് ചെയ്യുന്നു, നാം ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് എന്താണ്, നമ്മൾ എപ്പോഴും ആരോഗ്യത്തിനായുള്ള ഒരു സന്തോഷം നേടേണ്ടതിന് നമ്മുടെ ആത്മാവ് എന്തായിരിക്കണം, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് മറിയ യേശുവിനെ ജനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മറിയ ഇങ്ങനെ പാടി, അവരുടെ മനസ്സ്, ആത്മാവ് എന്നീ പദങ്ങൾ പരസ്പരം മാറ്റി അവരുടെ ഒരു അടുത്ത ഐക്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ചതായിട്ട് നമ്മൾ കാണുന്നു. എന്ന് വെച്ചാൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ സംതിങ് നമുക്ക് കാണാൻ കഴിയാത്തതാണ്, എന്തോ ഒരു വായുവാണ് എന്നൊരു ചിന്തയിലോട്ട് എത്തപ്പെടുന്നില്ലെങ്കിൽ തന്നെയും നമ്മുടെ ആത്മാവും, അതായത് നമ്മുടെ ജീവശ്വാസവും നമ്മുടെ ഈ സങ്കീർണമായി നമ്മൾ ചിന്തിക്കുന്ന തോട്ടുകളെല്ലാം ഉണ്ടാകുന്നതായ ആ മനസ്സും അതുപോലെ ശരീരവും എല്ലാം നമുക്ക് സന്തോഷമായി ഇരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ഒരു ജീവിതം, നമുക്ക് സന്തോഷകരമായ ഒരു ആരോഗ്യമുള്ള ജീവിതം നയിക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5:23 വാക്യത്തിലേക്ക് പോകുമ്പോൾ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്ത്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്ന് നമ്മൾ കാണുന്നു അല്ലെ. ശരിക്കും എന്താണ്, നമ്മുടെ ശരീരം മാത്രമല്ല ശുദ്ധിയായിരിക്കേണ്ടത്, നമ്മുടെ മനസ്സും എന്തായിരിക്കണം, എപ്പോഴും ശുദ്ധിയായിരിക്കണമെന്നാണ്. ശരിക്കും നമ്മുടെ ഹൃദയത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലാണ് പാപം ആദ്യമായിട്ട് ഉരുവായതായിട്ടും എല്ലാ മനുഷ്യന്റെയും, അത് സാത്താന്റെ കാര്യം എടുത്താലും ഭൂമിയിൽ മനുഷ്യരുടെ കാര്യം എടുത്താലും എല്ലാവരുടെ ഹൃദയത്തിലാണ് ആദ്യം പാപം ഉളവാകുന്നത് അല്ലെ. അപ്പോ അങ്ങനെ ഒരു മനസ്സിൽ ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹൃദയത്തില് ദൈവത്തിന് അനിഷ്ടം അല്ലെങ്കിൽ ആരോഗ്യകരമല്ലാത്തതായ ചിന്തകള്, ഉത്കണ്ഠകള്, അസുഖത്തെ കുറിച്ച് ചിന്തിക്കുന്നതെല്ലാം ചെയ്യുന്നതിലൂടെ ശരിക്കും നമ്മുടെ ശരീരവും അനാരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഐക്യം മനസ്സിൽ വെച്ചാൽ, അത് ശരീരവും ആത്മാവും മനസ്സെല്ലാം തമ്മിലുള്ള ഒരു ഐക്യം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിതത്തിൽ ജ്ഞാനം കണ്ടെത്തുന്നതിനും ആരോഗ്യപരമുള്ള ശരീരമായി ദൈവമായ ഒരു ബന്ധം നമുക്ക് നിലനിർത്തുന്നതിനും സമ്പുഷ്ടമായ
ഭൗമിക ജീവിതം അന്വേഷിക്കുന്നവർക്കും അതിനുള്ള അവസരം ദൈവം തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. അപ്പൊ നമുക്കൊരു നല്ല ഒരു എന്താണ് ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് നല്ലൊരു മെന്റൽ ഹെൽത്തും ഉണ്ടായിരിക്കണം, അങ്ങനെ ഒരു സ്പിരിച്വൽ ഹെൽത്തും ഉണ്ടായിരിക്കണം. ദൈവികമായുള്ള ഇടപെടൽ മുഖാന്തരം നമുക്ക് എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ ദുഃഖങ്ങളെല്ലാം ദൈവം നീക്കാനും സന്തോഷം പ്രദാനം ചെയ്യാനും അങ്ങനെ നമുക്കൊരു ആരോഗ്യകരമായ മെന്റൽ ഹെൽത്ത് നിലനിർത്താനും കഴിയും. ഒരു പ്രത്യാശയുടെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാശയിലൂടെ അത് സാധ്യമായി തീരുന്നു എന്ന് നമ്മൾ ബൈബിളിൽ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. തിരിച്ചു ചിന്തിച്ചാൽ അത് ശരിയാണ്. ശരീര ആരോഗ്യത്തിലേക്കുള്ള ശ്രദ്ധ ദൈവവുമായുള്ള നമ്മുടെ ബന്ധവും പഠിപ്പിക്കാനുള്ള നമ്മുടെ കഴിവും മെച്ചപ്പെടുത്തുന്നതാണ്. ശരിക്കും നമ്മുടെ ശരീരങ്ങൾ ആരോഗ്യകരമായി സംരക്ഷിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ദൈവവുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് പുലർത്തുന്നതിനും അത് സാധിക്കുന്നതാണ്. ആരോഗ്യവും ശരീരവും മനസ്സും പരസ്പരം എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കാണുന്നുണ്ട്. യോഹന്നാൻ സഭയ്ക്ക് വന്ദനം ചൊല്ലുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മനോഹരമായി കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 3 യോഹന്നാൻ 2-ാം വാക്യമാണ്. അതായത് പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് പറയുന്നു. ശരിക്കും നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാവുന്നു. അതുപോലെ മനസ്സുകൊണ്ട് നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ പാപം ചെയ്യാതിരിക്കണം. അങ്ങനെ നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും എല്ലാം ഒത്തൊരുമിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ചേരുമ്പോഴാണ് ഒരു മനുഷ്യന് ആരോഗ്യകരമായി സന്തോഷകരമായി ജീവിക്കാൻ കഴിയുന്നതെന്നാണ് ഇന്നത്തെ മോർണിംഗ് മന്നയിലൂടെ നമ്മൾ ശ്രമിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം. മഹോന്നതയിൽ വാസം ചെയ്യുന്നതിന് തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസ്വർഗങ്ങൾ അധിവസിക്കുന്നതിന് അങ്ങനെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാജാതി രാജാവും കർത്താതി കർത്താവുമായ തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല നിമിഷത്തിനാൽ നന്ദി അർപ്പിക്കുന്നു. ഇന്നൊരു പ്രഭാതം, ഇന്നത്തെ ദിവസം നമുക്ക് ദാനമായി നൽകിയതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, ഇന്നത്തെ പ്രഭാതം കാണാതെ എത്രയോ പേര് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അവരെക്കാൾ ഞങ്ങൾ നല്ലവരും ശ്രേഷ്ഠരും അല്ലെങ്കിലും ദൈവത്തിന്റെ വലിയ കൃപയാൽ നമുക്ക് ഇന്നൊരു ദിവസത്തെ അനുഗ്രഹിച്ച് നൽകിയിരിക്കാൻ നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഇന്നത്തെ ദിവസത്തെ നയിക്കപ്പെടുമാറാകണമേ. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും, ഞങ്ങളുടെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളൊന്നും ദൈവത്തിനെതിരെ പാപം ചെയ്യാനായിട്ട് ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തീർച്ചയായിട്ടും ദൈവം ഞങ്ങളെ നിയന്ത്രിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതോടൊപ്പം തന്നെ കർത്താവ്, ഇന്നത്തെ ദിവസത്തിനോട് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും തിരുവരങ്ങൾ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ യേശു ക്രിസ്തു നാമത്തിൽ താഴ്മ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ. ആമേൻ. എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.